ഹായ് ഓൾ, വെൽക്കം ടു മലബാർ ട്രേഡർ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എൻ്റെ കഴിഞ്ഞ മാസത്തെ PNL കാര്യങ്ങളൊക്കെയാണ്. ശരിക്കും ഞാൻ ഈ 100 ഡേയ്സ് ട്രേഡിംഗ് ചാലഞ്ച് തുടങ്ങിയത് 12-ാം തീയതിയാണ്. 12-ാം തീയതി തൊട്ട് ഇന്ന് വരെയുള്ള PNL കാണിക്കാനാണ് വിചാരിച്ചത്. പക്ഷേ മുന്നത്തെ ചില വീഡിയോൻ്റെ താഴെയൊക്കെ വന്ന് കുറച്ച് കമൻ്റൊക്കെ വന്നിരുന്നു, കഴിഞ്ഞ ജൂൺ മാസത്തിലെ മൊത്തം PNL കാണിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് ആദ്യം ടോട്ടൽ PNL കാണിക്കാമെന്ന് വിചാരിച്ചു. അതായത് ജൂൺ മാസത്തിലെ ടോട്ടൽ, അതിനുശേഷം 12-ാം തീയതി തൊട്ടിട്ടുള്ള നമ്മളെ ഈ മറ്റേ ചാലഞ്ചിൻ്റെ PNL കാര്യങ്ങളൊക്കെ കാണിക്കാൻ വിചാരിച്ചു. ഓക്കെ, നമുക്ക് ആദ്യം ജൂൺ മാസത്തിലെ ടോട്ടൽ PNL നോക്കി നോക്കാം. ഫ്ലാറ്റ് ട്രേഡിലാണ് ട്രേഡുകൾ എടുക്കാറുള്ളത്. ഫ്ലാറ്റ് ട്രേഡിൽ അതിൻ്റെ ബാക്ക് ഓഫീസാണിത്. അതിൻ്റെ വെരിഫൈഡ് PNL നമുക്ക് നോക്കി നോക്കാം. ജൂൺ 1 തൊട്ടിട്ടുള്ള ആദ്യം നോക്കാം. ജൂൺ 1 തൊട്ടിട്ട് 29/6 ഇത് തന്നെ മതി ഇന്ന് വരെയുള്ള. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലിങ്ക് ജനറേറ്റ് ആവുന്നുണ്ട്. നമുക്ക് നോക്കി നോക്കാം എത്ര പ്രോഫിറ്റ് ആണെന്നുള്ളത്. ആകാംക്ഷയോടെ നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് കഴിഞ്ഞ മാസത്തെ ടോട്ടൽ പ്രോഫിറ്റ്. ഒരു മന്തിലുള്ള ടോട്ടൽ പ്രോഫിറ്റാണ്. അതിൽ ശരിക്കും ഞാൻ ഈ ചലഞ്ച് തുടങ്ങിയത് ഈ ദിവസമാണ്. ഇതാ 12-ാം തീയതി തൊട്ടിട്ടാണ് ചലഞ്ച് തുടങ്ങിയത്. അതിൻ്റെ മുന്നുള്ളതൊന്നും ഇതല്ല, ചലഞ്ചിൻ്റെ ഭാഗമായിട്ടുള്ള ട്രേഡുകളല്ല. അതൊക്കെ ബാക്ക് ടെസ്റ്റിങ്ങും അതിൻ്റെ മുന്നത്തെ കഴിഞ്ഞ മാസമൊക്കെ ഞാൻ ചെയ്തിരിക്കണം. പക്ഷെ അതൊക്കെ ബാക്ക് ടെസ്റ്റിങ്, അതേപോലെ ഫോർവേഡ് ടെസ്റ്റിങ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്താണ്. സ്ട്രാറ്റജി ബിൽഡപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്ത ഒരുപാട് ട്രേഡുകളാണ്. അതൊക്കെ കഴിഞ്ഞ് പ്രോപ്പറായിട്ട് റൂളും കാര്യങ്ങളൊക്കെ കറക്റ്റായി ചെയ്തിട്ട് തുടങ്ങിയത് 12-നാണ്. അത് തൊട്ടിട്ട് ഇതുവരെയുള്ള ടോട്ടൽ ഇവിടെ കാണാം. അത് തൊട്ട് ഇതുവരെയുള്ളത് ഇത് കഴിഞ്ഞിട്ട് കാണിക്കാം. ആദ്യം ഇത് ടോട്ടൽ ജൂണിൽ ഉണ്ടാക്കിയ പ്രോഫിറ്റാണ്. ഇതിന് ഞാൻ ഉപയോഗിച്ച ക്യാപിറ്റൽ എന്ന് വെച്ചാൽ 25,000 റുപ്പീസാണ്. അപ്പോൾ അതിൽ 4,000 എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് നല്ലൊരു പെർസെൻറ്റേജ് ആയി. 2,500 പറഞ്ഞാൽ തന്നെ എത്രയായി? 10% ആയി. അപ്പോൾ അതിലും നല്ല കൂടുതലാണ് ഈ കഴിഞ്ഞ മാസം ഉണ്ടായ പ്രോഫിറ്റ്. ഇനി നമുക്ക് ഇത് തൊട്ടിട്ടുള്ള നോക്കാം. നമ്മളെ 12th തൊട്ടിട്ടുള്ള, അതായത് ട്രേഡിംഗ് ചലഞ്ച് തുടങ്ങി തൊട്ടിട്ട് ഇതുവരെയുള്ള ടോട്ടൽ PNL. അതിൽ ലേശം കുറവായിരിക്കും, കാരണം മറ്റേതിൻ്റെ പ്രോഫിറ്റ് കുറയല്ലേ സ്റ്റാർട്ടിങ്ങിലുള്ള. മറ്റേത് ഞാൻ വെറുതെ കാണിച്ചായിരുന്നു ജൂണിലുള്ള ടോട്ടൽ. അതിനോട് വലിയ കാര്യമൊന്നുമില്ല, കാരണം അതിൽ ഓരോ റൂൾസ് വെച്ചിട്ടും പ്രോപ്പറായിട്ട് അല്ലാണ്ടൊക്കെ ചെയ്താണ്. അതിൽ ശരിക്കും 4,000 പ്രോഫിറ്റ് ഉണ്ടായിരുന്നു മറ്റേത് സ്റ്റാർട്ടിങ് തൊട്ടിട്ടുള്ളത്. പക്ഷേ അതിൽ കാര്യമില്ല. ഈ തൊട്ടിട്ടാണ് ഞാൻ പ്രോപ്പർ റൂളൊക്കെ ഫോളോ ചെയ്ത് കറക്റ്റായി ചെയ്യാൻ തുടങ്ങിയത്. അത് 3,700. ഇതാണ് ശരിക്കുള്ള നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇതിൽ കുറച്ച് ബ്രോക്കറേജ് പോകും. ബ്രോക്കറേജ് ഏകദേശം എത്ര വരുന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇത് നോക്കണ്ട, ഇത് ബ്രോക്കറേജ് സേവ്ഡ് ആണ്. അതായത് ഫ്ലാറ്റ് ട്രേഡിൽ ബ്രോക്കറേജ് 0 ആണ്. മറ്റേ ടാക്സും കാര്യങ്ങളൊക്കെ ഉള്ളൂ ചാർജായിട്ട്. ഒരു ട്രേഡിന് ഏകദേശം ഒരു 10 രൂപ റേഞ്ചിലൊക്കെയാണ് വരിക. അപ്പോൾ ബ്രോക്കറേജ് വേറെ ഏതെങ്കിലും ആപ്പിലാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഇത്ര ബ്രോക്കറേജ് വരും എന്നുള്ളതാണ് ഒരുപാട് പറഞ്ഞത്. അത് നോക്കണ്ട. അപ്പോൾ നമ്മളെടുത്ത ട്രേഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം അവിടെ കാണാം. പിന്നെ ഇതാണ്, ഇതിലിപ്പോൾ ഫസ്റ്റ് വീക്ക് നോക്കുകയാണെങ്കിൽ 2 ദിവസം. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോസ് ഞാൻ എല്ലാ ദിവസവും ഡീറ്റെയിൽഡ് വീഡിയോസ് ഇവിടെ ഉണ്ട്. ഓരോ എല്ലാ ട്രേഡിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. ഞാൻ ചാലഞ്ച് തുടങ്ങിയതിന് ശേഷമുള്ള കംപ്ലീറ്റ് ട്രേഡ്സിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. അതിൻ്റെ ടോട്ടൽ ഇവിടെ കാണാം. 375 3.75 അത് തന്നെയാണ് ഇതിലുള്ളത്. 375 3.75. ഇതിൽ കുറച്ച് ബ്രോക്കറേജ് വരും. ബ്രോക്കറേജ് ഏകദേശം എത്ര വരുമെന്ന് വെച്ചാൽ ഒരു ട്രേഡിന് ഏകദേശം ഒരു 10 രൂപ ഒക്കെയാണ് വരിക. അപ്പോൾ ഇതിപ്പോൾ ടോട്ടൽ 12 ട്രേഡാണ്. ഒരു 120 130 മാക്സിമം ഒരു 150 റുപ്യൊക്കെ വരെയായിരിക്കും ബ്രോക്കറേജ്. അത്ര വരുള്ളൂ. എന്നാലും ബാലൻസ് ഫുള്ള് പ്രോഫിറ്റ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രോഫിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ. പിന്നെ വേറെ പറയാനുള്ളൊരു കാര്യം, ഇതിലിപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്നതിൽ റിസ്ക് റിവാർഡ് ഒന്ന് നോക്കി നോക്കുക. എൻ്റെ റിസ്ക് റിവാർഡിൻ്റെ ഒരു മനോഹാരിത, അല്ലെങ്കിൽ എൻ്റെ ട്രേഡിംഗ് സ്ട്രാറ്റജീൻ്റെ ഒരു മനോഹാരിത ഞാൻ കാട്ടിത്തരാം. അതായത് ഇതിലുള്ള ടാർഗറ്റ് ഫുള്ള് നോക്കിയാൽ മനസ്സിലാവും. ഫുൾ 1,500 അതായത് കംപ്ലീറ്റ് 100 പോയിൻറ്റ്സാണ് ഞാൻ ക്യാച്ച് ചെയ്യാറ് ടാർഗറ്റ് അടിക്കുമ്പോൾ. അതേമാതിരി SL അടിക്കുമ്പോൾ കറക്റ്റ് 300 വെച്ചാൽ സ്റ്റോപ്പ് ലോസ് ഓർഡർ കറക്റ്റ് 300 പ്ലേസ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ്. അത് കറക്റ്റ് 300 വെച്ചാൽ 300 ലേശം കൂടി കളിക്കുക ചെയ്യും. അതുകൊണ്ടാണ് അത് കറക്റ്റ് 300 വരാത്തത്. എന്നാലും ഒരു 250 300 ആ റേഞ്ചിലായിരിക്കും ഫുൾ ഉണ്ടാവുക. അല്ലാണ്ട് പകുതി വെച്ച് ഇറങ്ങാം, ബ്രേക്ക് ഈവൺ എക്സിറ്റ് 100 രൂപ ഇറങ്ങാം, 1000 രൂപയിൽ ഇറങ്ങാം, അങ്ങനെയുള്ള പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. ഒരു SL ഒരു ടാർഗറ്റ്. അതിൻ്റെ റൂൾസിലും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പഴയ വീഡിയോസിൽ. ഫസ്റ്റ് വീഡിയോയിലിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ റൂൾസിലൊക്കെ.
അതായത് ഞാൻ എൻ്റെ സ്ട്രാറ്റജി പ്രകാരമുള്ള ട്രേഡ് മാത്രമേ എടുക്കുള്ളൂ. അതിൽ ഞാൻ ഫോളോ ചെയ്യാൻ ഒറ്റ റൂൾ വെച്ചാൽ ഈ റിസ്ക് റിവാർഡ് മാത്രമാണ്. അപ്പോൾ ഈ റിസ്ക് റിവാർഡ് മാത്രം ഫോളോ ചെയ്താൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യാൻ കഴിയും. ഇനി വലിയ പ്രോഫിറ്റും സംഭവങ്ങളൊക്കെ ഉണ്ടായി വലിയ ട്രേഡറൊന്നും ആകാൻ പറ്റിയില്ലെങ്കിലും വലിയ ലോസ് ഇല്ലാണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് പോകാൻ കഴിയും. ഈ ഇതില്ലെങ്കിലും റിസ്ക് റിവാർഡ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിലും. അതിനുള്ള ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തത്. ഇതിപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ ടോട്ടൽ ട്രേഡാണ്, സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ കഴിഞ്ഞ ആഴ്ച കംപ്ലീറ്റ്. ഇതിൻ്റെ ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ബ്രേക്ക് ഈവൺ ആണ്. ബ്രേക്ക് ഈവൺ പറഞ്ഞാൽ 5 ട്രേഡ് SL 1 ട്രേഡ് ടാർഗറ്റും കിട്ടിയിട്ട് ബ്രേക്ക് ഈവൺ ആണ്. അപ്പോൾ റിസ്ക് റിവാർഡിൻ്റെ ഒരു പവറാണത്. എത്ര ട്രേഡ് SL അടിച്ചാലും 1 or 2 ടാർഗറ്റ് അടിച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് കവർ കിട്ടും. പണ്ട് നേരെ തിരിച്ചാണ് എനിക്ക്, അതായത് ഒരാഴ്ച കംപ്ലീറ്റ് ഇപ്പോൾ പ്രോഫിറ്റ് കിട്ടിയായിരിക്കും. തിങ്കൾ തൊട്ട് വ്യാഴം വരെ ഫുള്ള് പ്രോഫിറ്റ് കിട്ടിയാൽ വെള്ളിയാഴ്ച ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് പോകും. അന്ന് റിസ്ക് റിവാർഡൊന്നും ഇല്ലല്ലോ. പ്രോഫിറ്റ് എടുക്കുമ്പോൾ പ്രോഫിറ്റ് കണ്ട് വരുമ്പോഴത്തേക്ക് കട്ട് ചെയ്തെടുക്കുക, ലോസ് വരുമ്പോൾ എത്ര വേണം പോകും, ഒരു പ്രശ്നമില്ല. അപ്പം അങ്ങനെയൊക്കെ ചെയ്യണോണ്ടൊരു അർത്ഥമൊന്നുമില്ല, അതിൽ നമ്മൾ പാളിപ്പോവുള്ളൂ. അപ്പോൾ റിസ്ക് റിവാർഡ് എല്ലാവരും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം ഒറ്റ കാര്യം മാത്രം ചെയ്താൽ തന്നെ ഒരുവിധം സംഭവം ഒക്കെ സെറ്റായി കിട്ടും. പിന്നെ അതിൻ്റെ കൂടെ നല്ലൊരു സ്ട്രാറ്റജിയും കൂടെ ഉണ്ടെങ്കിൽ ഫുൾ സെറ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ട്രേഡിംഗ് പറഞ്ഞ സംഭവം, ഫുൾ സിമ്പിളാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഇവിടെ ഓർഡറൊന്നുമില്ല, ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പം വേറെ ഒന്നുമില്ലല്ലോ. ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ ഏത് മോഡൽ വീഡിയോ ആണ് ചെയ്യേണ്ടതെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സജഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്താം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണ്, ചാനലൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ഒക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു ട്രേഡിംഗ് ചാലഞ്ച് വീഡിയോ ആയിട്ട് തിങ്കളാഴ്ച പാക്കലാം. ഓക്കെ.